ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയുമായിട്ടാണ്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് ഒരുപാട് നാളായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആകാമെന്ന്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചോ? ഞങ്ങളും ചെറിയ രീതിക്കൊക്കെ ആഘോഷിച്ചു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വരാം. അങ്ങനെ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ഞാൻ അവനില്ലാന്നുണ്ടെങ്കിൽ ബെഡൊക്കെ അങ്ങ് നീറ്റാക്കിയിട്ടും, അവന് ഉണ്ടെങ്കിൽ നടക്കത്തില്ല, അവൻ ലേറ്റായിട്ട് എഴുന്നേൽക്കാറുള്ളൂ. അങ്ങനെ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടതിന് ശേഷം പിന്നെ കർട്ടനൊക്കെ ഒന്ന് പൊക്കി വെക്കും. ജനലിപ്പോൾ തുറന്നിടത്തില്ല, വെയിലൊക്കെ വന്നതിന് ശേഷം മാത്രമേ തുറന്നിടത്തുള്ളൂ. ഇന്ന് നമുക്ക് കുറേ പണികളുള്ള ഒരു ദിവസമാണ്. ഇന്ന് കുറേ ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട്. കുക്കിംഗ് ഒന്നും വലുതായിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇന്ന് ലഞ്ചിന് ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന് ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അങ്ങനെ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടതിന് ശേഷം പിന്നെ നേരെ കിച്ചണിലേക്ക് പോകുന്നു. കിച്ചണിലെത്തിയാൽ ആദ്യത്തെ പരിപാടി പിന്നെ ചായ വയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ ചായ കുടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികളിലേക്ക് കടക്കാറുള്ളൂ. ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ന്യൂ ഇയർ അവൻ്റെ ഒപ്പമായിരുന്നു. അവൻ ഇങ്ങോട്ട് വന്നില്ല. അവന് ഫസ്റ്റ് ഡേ ലീവ് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ്, അതുകൊണ്ട് മോൻ അവധി ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ അവിടെയായിരുന്നു ഈ പ്രാവശ്യത്തെ ന്യൂ ഇയർ. അങ്ങനെ ഒരാഴ്ച ഞങ്ങൾ ക്രിസ്മസിൻ്റെ തലേന്ന് പോയതാണ്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് വന്നത്. അങ്ങനെ ഒരാഴ്ച വീട് പൂട്ടിക്കിടക്കുമായത് കാരണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടിയുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഗേറ്റൊക്കെ പോയൊന്ന് തുറന്നിട്ട് വന്ന്, അങ്ങനെ ഗേറ്റ് തുറക്കാൻ പോയപ്പോൾ പിന്നെ നാത്തൂനെ കണ്ട് പിന്നെ അവളുമായിട്ട് കുറച്ച് നേരമൊക്കെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് പിന്നെ തിരിച്ചു വന്നത്. ഞാൻ സാധാരണ വീട് പൂട്ടിയിട്ടിട്ട് എങ്ങും പോകാറില്ല. അഥവാ പോയിട്ട് വരുമ്പോഴത്തേക്കിന് നിറയെ പൊടിയും കയറി നാശമാവും, അതുമല്ല നിറയെ പുല്ലുമാവും. പിന്നെ അതൊക്കെ കുത്തിയിരുന്ന് പറിക്കണം. അതുപോലെ എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമെന്ന് വെച്ചാൽ എൻ്റെ ചെടി നശിക്കുക എന്നുള്ളതാണ്. ഞാൻ എപ്പോൾ പോയിട്ട് വന്നാലും എൻ്റെ ഒരു ചെടിയെങ്കിലും നശിച്ചിട്ടുണ്ടാവും. ഞാൻ താക്കോലൊക്കെ നാത്തൂനെ ഏൽപ്പിച്ചിട്ടൊക്കെയാണ് പോകുന്നത്. അവിടെ വെള്ളമൊക്കെ അടിക്കും, എങ്കിലും ഏതെങ്കിലും ഒരു ചെടി എൻ്റെ നശിച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വിഷമമുള്ള കാര്യമാണ് എൻ്റെ ചെടി നശിക്കുന്നത്. അതിനുശേഷം പിന്നെ മാറ്റൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. ഞാൻ ചെറിയ 2 മാറ്റും എടുത്തുള്ളൂ, വലുത് ഞാൻ എടുത്തില്ല. വലുത് കഴുകാനെടുത്ത് കഴിഞ്ഞാൽ വെള്ളം കയറിയ പിന്നെ പൊങ്ങത്തില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോൾ അതെടുത്ത് കഴുകാറില്ല, അവനുള്ളപ്പോഴേ അത് എടുത്ത് കഴുകാറുള്ളൂ. ഇതിൽ ഞാൻ മാറ്റ് കഴുകുന്നത് വർഷത്തിൽ 2 പ്രാവശ്യമാവുന്നു. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേയും മഴക്കാലം കഴിയുമ്പോഴും. അപ്പോഴാണ് ഞാൻ മാറ്റൊക്കെ എടുത്ത് കഴുകാറുള്ളത്. അതിനുശേഷം പിന്നെ ചെടിച്ചട്ടി ഇരിക്കുന്ന ഭാഗം കൂടി ഒന്ന് നനച്ച് കൊടുത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ എപ്പോഴും വെള്ളം വീഴുന്ന സ്ഥലമല്ലേ, അത് കാരണം അവിടെ നിറയെ പായൽ പിടിച്ച അവിടെയും കൂടെ ഒന്ന് കഴുകണം. മൊത്തത്തിലൊന്നും കഴുകുന്നില്ല, കുറേശ്ശെയായിട്ട് കഴുകി എടുക്കാമെന്ന് വെച്ച്. അതുപോലെ മഴക്കാലം കഴിയുമ്പോഴത്തേക്കിനും അവിടെയൊക്കെ നിറയെ പായല, അതൊക്കെ ഒന്ന് കഴുകി എടുക്കണം. എല്ലാ വർഷവും ഞാൻ മഴക്കാലം കഴിയുമ്പം അവിടെയൊക്കെ ഒന്ന് കഴുകുന്നതാണ്. അങ്ങനെ കഴുകി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ അവിടുത്തെ പെയിൻ്റ് ഒന്നുമില്ല. ഇനിയിപ്പോൾ രണ്ടാമത് പെയിൻ്റ് അടിക്കേണ്ട അവസ്ഥയാണ്. മോൻ അവധിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ പിന്നെ രാവിലെ എഴുന്നേൽക്കാനാണെങ്കിൽ എനിക്ക് ഭയങ്കര മടിയാണ്. അത് കാരണം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് വൈകിട്ടാണ് എഴുന്നേൽക്കാറുള്ളത്. ഇന്ന് ഞാൻ രാവിലെ 7 മണിയായപ്പോഴാണ് എഴുന്നേറ്റത്. പുറത്തെ പണികളൊക്കെ കഴിഞ്ഞ് വെച്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച്. കാരണം ഇത്തിരി നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര വെയിലാണ്, പിന്നെ പുറത്തുനിന്നൊന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ തീർത്തതിന് ശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോഴത്തേക്ക് മോനും എഴുന്നേറ്റ് വരത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ തീർത്ത് കഴിഞ്ഞ് വെച്ച് പിന്നെ അകത്തോട്ടങ്ങ് കയറാമല്ലോ എന്ന് വിചാരിച്ച്. ഈ മാറ്റൊക്കെ ഞാൻ പഞ്ചാബിലായിരുന്ന സമയത്ത് അവിടെ നിന്ന് വാങ്ങിയതാണ്. എത്ര നല്ല ക്വാളിറ്റി ആണെന്നറിയാം. അതേ സമയത്ത് ഞാനിവിടെ നാട്ടിൽ വന്നതിന് ശേഷം നാട്ടിൽ നിന്ന് ഒരു മാറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും ഇതിൻ്റെ അത്ര ക്വാളിറ്റി ഇല്ല. ഇത് ഞാൻ എത്ര നാളായിട്ട് കഴുകി ഉപയോഗിക്കുന്നതെന്നറിയാമോ. ഇതിനാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അതേ സമയത്ത് മറ്റേ മേടിച്ചതാണെങ്കിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ നൂലൊക്കെ പൊന്തി തുടങ്ങി. ഈ മാറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ 10 വർഷത്തിൽ കൂടുതലായ മാറ്റ്. ഇതുവരെയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ മാറ്റിനൊന്നും അധികം റേറ്റും ഇല്ല. അതേസമയത്ത് ഇവിടെ ഒരു മാറ്റിനൊക്കെ ചോദിക്കുന്ന വില കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. എൻ്റെ കയ്യിലുള്ള കൂടുതൽ സാധനങ്ങളും പഞ്ചാബിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ ഞങ്ങൾ ഇവിടെ വന്ന് വാങ്ങിയിട്ടുള്ളൂ. അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞങ്ങൾ വീട് വെച്ചപ്പോൾ ഞങ്ങളുടെ കയ്യിൽ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു.
അങ്ങനെ മാറ്റൊക്കെ ഒന്ന് കഴുകി വിരിച്ചതിന് ശേഷം പിന്നെ ചെടിച്ചട്ടിയൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം അവിടെയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അവിടേക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പായലുണ്ടായിരുന്നു. കാരണം മഴ പെയ്തുണ്ടാകുന്ന പായലും പിന്നെ നമ്മൾ ഡെയിലി വെള്ളം ഒഴിക്കുമല്ലയോ, അപ്പോൾ അതിൽ നിന്നുള്ള പായലും ഒക്കെ പിടിച്ച് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പായലുണ്ടായിരുന്നു. അതൊക്കെ തന്നെ നേരത്തെ വെള്ളം ഒഴിച്ചിട്ടത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് ഉരച്ചപ്പോഴേ അങ്ങ് അഴുക്കൊക്കെ അങ്ങ് പോയി. ഞാൻ ക്ലീനിങ് ഉള്ള ദിവസം കുക്കിംഗ് അധികം ചെയ്യത്തില്ല. കാരണം ക്ലീനിങ്ങും കുക്കിംഗ് കൂടെ രണ്ടും കൂടെ എന്തുമായാലും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലീൻ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തലേന്ന് തന്നെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ രാവിലെ തന്നെ ഫുഡങ്ങ് റെഡിയാക്കി വെച്ചതിന് ശേഷമേ ഞാൻ ക്ലീനിങ്ങിന് ഇറങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ കുക്കിംഗ് കൂടെ ചെയ്യാനിരുന്നാൽ നമുക്ക് ആകെ മടുപ്പാകും. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ് കുക്കിങ്, ക്ലീനിങ്, ഗാർഡനിങ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളതെന്ന് കാര്യമെന്ന് വെച്ചാൽ ഗാർഡനിങ് ആണ്. അത് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിനൊരു വല്ലാത്തൊരു സന്തോഷമാണ്. അത് നല്ല ഞാൻ എൻജോയ് ചെയ്താണ് ചെയ്യുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്ത്. ചെടി നനച്ചിട്ടില്ലായിരുന്നു. ഞാൻ ഈ ഗേറ്റിന് പുറത്തായിട്ടും കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അവിടെ ഞാൻ വൈകുന്നേരങ്ങളിലേ നനച്ചു കൊടുക്കത്തുള്ളൂ. രാവിലെ രണ്ടിടത്തൂടെ നനയ്ക്കൽ നടക്കത്തില്ല. അത് കാരണം ഞാൻ അവിടെ വൈകുന്നേരങ്ങളിലേ നനച്ചു കൊടുക്കാറുള്ളൂ. അത്രയൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കിന് പിന്നെ അവിടെ നല്ല വെയിലായി. പെട്ടെന്ന് തന്നെ ഞാൻ അവിടേക്ക് ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ ചെടിച്ചട്ടികളൊക്കെ എടുത്ത് അതാത് സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചു വെച്ചു. ഇനി അവിടെ നിന്നൊന്നും ചെയ്യാനൊക്കത്തില്ല, അത്രയ്ക്ക് വെയിലാണേ. അങ്ങനെ പുറത്ത് പണികളെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് സമയം ഏതാണ്ട് 9 മണിയായിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പിന്നെ നേരെ കിച്ചണിലേക്ക് പോകുന്നു. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാമെന്ന് വെച്ച് അങ്ങനെ മസാല മക്രോണി ഉണ്ടാക്കാമെന്ന് വെച്ച് വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഓയിലും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് 2 കപ്പ് മക്രോണി ചേർത്ത് കൊടുക്കാം. അത് നമുക്കൊരു 5 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മക്രോണിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് ഊറ്റിയെടുക്കാം. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അതിന് വേണ്ട മസാല തയ്യാറാക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്യും ചേർത്ത് കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്കതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്ത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. അങ്ങനെ സവാള ഒന്ന് വഴറ്റി വരുമ്പോഴത്തേക്കിന് അതിലേക്ക് നമുക്ക് നല്ല 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തതും ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് പെട്ടെന്ന് വഴറ്റി വരാനായിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലൊന്ന് അടച്ചു വയ്ക്കാം. അങ്ങനെ നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1/4 കപ്പ് ക്യാരറ്റും 1/4 കപ്പ് ക്യാപ്സിക്കവും ചേർത്ത് കൊടുക്കാം. ഇതും ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് നമുക്കിനി സോസ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കുക. അങ്ങനെ സോസും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ചേർത്ത് കൊടുക്കുക, അതായത് മക്രോണി ചേർത്ത് കൊടുക്കുക. മക്രോണിയും ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ 2 മിനിറ്റിന് ശേഷം നമ്മൾ ഇളക്കി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
ഉപ്പ് ചേർത്തൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടി ഒരല്പം ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഒറിഗാനോയും ചേർത്തതിന് ശേഷം നമുക്കതിന് മുകളിലായിട്ട് അല്പം മല്ലിയില കൂടി തൂവി കൊടുക്കാം. അങ്ങനെ മല്ലിയിലയും ചേർത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മക്രോണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. അതിന് ശേഷം പിന്നെ ചായയൊക്കെ വെച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ബാക്കി ക്ലീനിങ് പരിപാടികളിലേക്ക് കടന്നു. മോൾ വശമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അവിടെ പിന്നെ വലുതായിട്ട് ആളുകൾ അങ്ങനെ മുകളിലോട്ട് ആരും അങ്ങനെ കയറാത്തത് കൊണ്ട് അവിടെ പിന്നെ വലുതായിട്ട് അഴുക്കൊന്നുമില്ല. പൊടിയൊക്കെ ഉള്ളു. പിന്നെ പല്ലിശല്യം ഉള്ളത് കൊണ്ട് പല്ലിക്കാട്ടും ഉണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ വലുതായിട്ട് അഴുക്കൊന്നുമില്ല. ഇവിടെയാണ് സ്റ്റാറിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതൊന്നും വന്നിട്ട് അഴിച്ചു മാറ്റാനുള്ള ടൈം കിട്ടിയില്ല. ട്രീയും ഒന്നും എടുത്ത് മാറ്റിയിട്ടില്ല. അതിനുള്ള ടൈം കിട്ടിയില്ല എന്നുള്ളത് സത്യം. ഞങ്ങൾ വന്നിട്ട് 2 ദിവസമേ ആയുള്ളൂ. അതായത് ഞാനാണ് ഞങ്ങൾ വന്നത്. അതിന് ശേഷം പിന്നെ ഒന്നിനുള്ള ടൈം കിട്ടിയില്ല. ഓരോരോ തിരക്കായത് കാരണം അതൊന്നും എടുത്ത് മാറ്റിയതുമില്ല. മോനാണെങ്കിൽ അവനിനി മൺഡേ ക്ലാസ് തുടങ്ങും. അവൻ്റെ ലാസ്റ്റ് സെമ്മ. അതുകൂടെ കഴിയുമ്പോഴത്തേക്കും അവൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആകും. അതിനുശേഷം പിന്നെ എന്തുവാന്ന് വെച്ചാൽ ഇനി മുന്നോട്ട് എന്തെന്ന് വെച്ചാൽ അവിടെ തന്നെ MSc ചെയ്യണമെന്നോ ആ പ്ലാന് എന്തുവാന്ന് അറിയത്തില്ല. ഇനി അങ്ങനെ പൊടിയൊക്കെ തട്ടിയതിന് ശേഷം പിന്നെ മൊത്തത്തിൽ മുളവശമൊക്കെ ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി. ഈ ഗ്ലാസിൻ്റെ കൈവിരി ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ചെറിയൊരു പാടുണ്ടെങ്കിലും അത് എടുത്ത് കാണും. അതുമല്ല ചില സ്ഥലങ്ങളിലാണെങ്കിൽ കൈ എത്തത്തുമില്ല ക്ലീൻ ചെയ്യാൻ. അത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ അടിച്ചുവാരലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ മൊത്തത്തിലൊന്ന് തുടച്ചുകൂടി ഒന്നെടുത്തു. മുകളിലോട്ട് അധികം ആരും കയറാത്തതുകൊണ്ട് അവിടെ പിന്നെ വലുതായിട്ട് അഴുക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ഒന്ന് കയറി അടിച്ചു വാരി വൃത്തിയാക്കി ഒന്ന് തുടച്ചിടും, അത്രയേ ഉള്ളൂ. അല്ലാതെ അവിടെ ഡെയിലി ക്ലീനിങ് ഒന്നും ചെയ്യാറില്ല. താഴ്വശം പിന്നെ ഞാൻ ഡെയിലി അടിച്ചു വാരും, തുടയ്ക്കത്തില്ല. 1-2 കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ദിവസം അങ്ങനെയൊക്കെ തുടയ്ക്കാറുള്ളൂ. ഞാനും മോനും മാത്രമേ ഉള്ളതുകൊണ്ട് പിന്നെ അധികം അങ്ങോട്ട് അഴുക്കും ആവുന്നില്ലല്ലോ. അങ്ങനെ മുകളിലത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡ്രോയിങ് റൂം കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. അവിടെ ഇരിക്കുന്ന ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഒന്ന് എടുത്ത് പൊടി തട്ടി. അവിടേക്കാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടി ഉണ്ടായിരുന്നു. നമുക്ക് പിന്നെ കാണുമ്പോൾ തോന്നുന്നു പൊടിയൊന്നുമില്ലെന്ന്, പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അവിടെ പൊടി ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത്. ഞാൻ ഈ ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ക്ലീൻ ചെയ്യാൻ ഇതുപോലൊരു ബ്രഷ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അതാകുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഇടയിലൊക്കെ കയറിയിരിക്കുന്ന പൊടിയൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടും. നമ്മൾ അതേസമയം തുണി വെച്ച് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലിരിക്കുന്ന പൊടിയൊന്നും പോകത്തില്ല. അതേസമയത്ത് ഇതുപോലെ വീതിയുള്ള ഒരു ബ്രഷ് മേടിച്ച് വെച്ച് അത് വെച്ച് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലിരിക്കുന്ന പൊടിയൊക്കെ നന്നായിട്ട് ക്ലീനായി കിട്ടും. ഞാനത് ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അതുപോലെ ഈ കട്ടിലിൻ്റെ ഹെഡ് റെസ്റ്റ് ഇല്ലേ, അതൊക്കെ ഞാൻ ഇതുപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. അതാകുമ്പോൾ ഇടയിലൊക്കെ കയറിയിരിക്കുന്ന അഴുക്കൊക്കെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. ഇതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ വിചാരിക്കും ഇതൊന്നും മേടിക്കരുത്, ഇത്രയും ഐറ്റംസ് ഒന്നും മേടിച്ച് കൂട്ടരുതെന്നൊക്കെ വിചാരിക്കും. പിന്നെ ഓരോന്നൊക്കെ കാണുമ്പോൾ അതെല്ലാം വാങ്ങിക്കൂട്ടും. അതിന് ശേഷം പിന്നെ എൻ്റെ ബുദ്ധിമുട്ടറിയുന്നത് ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോഴാണ്.
അപ്പോഴേക്കും പിന്നെ കാത്തു വന്ന് പിന്നെ അവിടെ ഓരോ കൊച്ചു വർത്താനങ്ങളും അതൊക്കെ കേട്ടിരുന്ന് ഞാൻ അവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ക്ലീൻ ചെയ്തെടുത്തു. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബിരിയാണിയൊക്കെ ചൂടാക്കി ഞാനും മോനോട് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ സാധാരണ ഉച്ചയ്ക്ക് പണികളെല്ലാം കഴിയുമ്പോൾ തന്നെ ഞാനങ്ങ് കുളിക്കുന്നതാണ്. കുളിച്ചതിന് ശേഷമാണ് ഞാൻ സാധാരണ ഫുഡ് കഴിക്കാറുള്ളത്. പക്ഷേ ഇന്ന് വൈകിട്ട് നമുക്ക് കുറച്ച് ക്ലീനിങ് പരിപാടിയും കൂടെ ബാക്കിയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതുകൂടി കഴിഞ്ഞതിന് ശേഷം അങ്ങ് കുളിക്കാമെന്ന്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം വൈകിട്ടൊരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കിന് പിന്നെ ചായയൊക്കെ വെച്ചു. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ. ഇവിടെ ഞാൻ കുറേ ചെടികൾ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെയാണെങ്കിൽ ഒരു മണി പ്ലാന്റ് പടർന്ന് കയറിയ മതിലേലൊക്കെ കയറി അങ്ങ് കാട് പിടിച്ച് കിടക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും അതുമല്ല അവിടെ നിൽക്കുന്ന ചെടികളെല്ലാം അങ്ങ് വളർന്നങ്ങ് കാട് പോലെയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കാമെന്ന്. അങ്ങനെ ഞാനും മോനൂടെ അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി. അതിനിടയിൽ നാത്തൂൻ അവിടെ വന്നിരുന്ന് എന്നോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവളെ പിന്നെ വീഡിയോ കാണിക്കരുതെന്ന് കാണിക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞാൻ കാണിക്കാത്തത്. വീട് വെച്ച സമയത്തെങ്ങാണ്ട് ഒരു മണി പ്ലാന്റിൻ്റെ ഒരു ചെറിയ തണ്ട് കൊണ്ടുവച്ച് പിടിപ്പിച്ചതാണ്. ഇപ്പം പറമ്പ് നിറയെ മണി പ്ലാന്റേ ഉള്ളൂ. അതിങ്ങനെ കാട് കയറുമ്പം കുറേശ്ശെയായിട്ട് വെട്ടിക്കളയും, പിന്നെയും കിളിച്ച് വരും, പിന്നെയും കാട് കയറും. ഇത് തന്നെ പരിപാടി. അതിൻ്റെ കൂട്ടത്തിൽ അപ്പുറത്തെ പറമ്പിലെ വാഴയും ഒരു വലിയ ആഞ്ഞിലി അവിടെ നിൽപ്പുണ്ട്. അതിൻ്റെ ഇലയും എല്ലാം വീഴുന്നത് ഇങ്ങോട്ടാണ്. ഒരു ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും ക്ലീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതിലേ കൂടെ ആർക്കും നടക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് കരിയിലയാണ് അവിടെ. ഈ വഴിയിൽ ഞാൻ കൂടുതൽ ഇലച്ചെടികളൊക്കെയാണ് ഒരു സൈഡിൽ വെച്ചിരിക്കുന്നത്. മറ്റേ സൈഡിൽ അരളിയുടെ പല ടൈപ്പിൽ കളർ എൻ്റെ കയ്യിലുണ്ട്. പിങ്ക്, റെഡ്, അങ്ങനെയുള്ള പല പല കളേഴ്സുണ്ട്. അതും വെച്ചിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ ഞാൻ പൂക്കളുണ്ടാവുന്ന ചെടികൾ, ലെഫ്റ്റ് സൈഡിൽ ഞാൻ കൂടുതൽ ഇലച്ചെടികളൊക്കെയാണ് വെച്ചിരിക്കുന്നത്. അരളിയാണെന്നുണ്ടെങ്കിലൊക്കെ വളർന്നങ്ങ് കാട് പോലെയായി. അതൊക്കെ ഒന്ന് നന്നായിട്ട് വെട്ടി ചെറുതാക്കി ഞാൻ നിർത്തി. അപ്പോഴാണെങ്കിൽ അത് പൊട്ടിക്കിളിച്ച് വരുമ്പോൾ അതിനകത്ത് പൂക്കൾ പിടിച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണെന്നുണ്ടല്ലോ. ഈ വളർന്നങ്ങ് കോല് പോലെ ആയി കഴിഞ്ഞാൽ പൂക്കൾ പിടിച്ചിരിക്കുന്നത് കാണാൻ ഒരു രസവും ഉണ്ടാകത്തില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കണ്ടപ്പോൾ നാത്തൂൻ പറഞ്ഞു അവൾക്കും അതിനകത്തുനിന്ന് 2 കമ്പ് കൊടുക്കണേന്ന്, അതൊക്കെ വെച്ച് പിടിപ്പിക്കാനായിട്ട്. അങ്ങനെ അവൾക്കും അതിനകത്തുനിന്ന് 2 കമ്പ് കൊടുത്ത്. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കിനും അവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഇലയൊക്കെ വീണ് ഇലയൊക്കെ വീണ് നന്നായിട്ട് അഴുക്കുണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. നമ്മുടെ വീട്ടിലെ ചെടിക്ക് വെള്ളം ഒഴിക്കുന്ന ഹോസ് ഇങ്ങ് വരെ എത്തത്തില്ല. അതായത് ഈ വെളിയിൽ നിൽക്കുന്ന ചെടിക്ക് വെള്ളം ഒഴിക്കാൻ മാത്രം എത്തത്തില്ല. അത് കാരണം ഞാൻ കുടുംബ വീട്ടിൽ നിന്ന് വെള്ളം എടുത്താണ് ഞാൻ ചെടിക്ക് ഒഴിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ പുറത്തിരിക്കുന്ന ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു.
അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുളിച്ച് വിളക്കൊക്കെ വെച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.